ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇതിപ്പോൾ സമയം ഒരു 8:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് നാളെ രാവിലെ അവിയൽ വെക്കണം എന്നുള്ളൊരു പ്ലാനിങ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിയൽ തനിയെ ട്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ ഇന്ന് തന്നെ കട്ട് ചെയ്ത് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ഇന്ന് ഞാൻ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഒരു ബൾബാണ്, ഒരു ഹാങ്ങിങ് ലാമ്പാണത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നമ്മൾ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. ധൻഷു ബേബി അവിടെ ഭയങ്കര ബിസിയാണ്. ഞാൻ ഈ ഒരു ലാമ്പ് മാത്രമേ നമ്മുടെ ലിവിങ്ങിൽ ഇട്ടിട്ടുള്ളൂ. കണ്ടില്ലേ, നല്ല വെട്ടമുണ്ട്. നല്ലൊരു യെല്ലോ കളർ അടിക്കുന്ന ഒരു വെട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ലൊരു ഇത് തരുന്നത്, നല്ലൊരു ആംബിയൻസാണ് ഇത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ കട്ടിംഗ് ബോർഡ് കത്തി എല്ലാം ഞാൻ എടുത്ത്. അപ്പോൾ ഇതിൽ ചേർക്കേണ്ട എല്ലാ വെജിറ്റബിൾസൊന്നും എൻ്റെ കയ്യിലില്ല. ഉള്ളത് വെച്ചിട്ട് ഞാൻ അങ്ങ് ഓണം പോലെ ഉണ്ടാക്കാൻ വേണ്ടി പോവാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മളെ മുരിങ്ങാക്കോൽ കട്ട് ചെയ്യണം. നല്ല മൂത്തിരിക്കുന്ന മുരിങ്ങാക്കോൽ ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതാണ് എൻ്റെ മുഖത്ത് ഈ ഭാവങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തതിന് ശേഷം എന്താ കാണിക്കുകയാണ് കേട്ടോ. ഓരോന്നായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ പച്ചക്കായ എടുത്തിട്ടുണ്ട്, ചേന, കുറച്ച് വെള്ളരിക്കും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ഇതിൻ്റെ പേര് ക്യാരറ്റ് കൂടെ എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം മുരിങ്ങാക്കോൽ. അപ്പോൾ വേസ്റ്റൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പച്ചക്കറികളൊക്കെ ഇങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാനാണ് കേട്ടോ പോകുന്നത്. ഇനി അതിലേക്ക് വേണ്ടുന്ന അരപ്പും കൂടെ ഇവിടെ അപ്പം തന്നെ റെഡിയാക്കി വെക്കാമെന്ന് ഞാൻ ഓർത്തു. അപ്പോൾ തേങ്ങ, കുറച്ച് ജീരകം, കുറച്ച് ഉള്ളി, കുറച്ച് പച്ചമുളക്, അതുപോലെ കുറച്ച് തൈര് കേട്ടോ. നല്ല പുളിയുള്ള തൈരാട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഫൈനായിട്ട് അങ്ങനെ അരച്ചെടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല, കാരണം ഞാൻ ഫസ്റ്റ് ട്രൈ ആണെന്ന് പറഞ്ഞല്ലോ. ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി അരച്ചെടുത്ത തേങ്ങയൊക്കെ കൂടെ ഇതുപോലൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. നാളത്തേക്കാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ടാണ് ഇതൊക്കെ അപ്പം തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഹസ്ബൻഡും മകനും അവിടെ വന്നിട്ട് എന്തൊക്കെയോ വർത്തമാനം പറയുന്നുണ്ട്. എന്താണെന്നുള്ളതൊക്കെ ഞാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലേക്ക് വെക്കുമെന്ന്. അപ്പോൾ നല്ലൊരാശ്വാസം ഗൈസ്, അതൊക്കെ അന്ന് ഫ്രിഡ്ജിലേക്ക് സെറ്റാക്കി വെച്ചപ്പോൾ നല്ല ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനും ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ മുട്ട റെഡിയാക്കണം കേട്ടോ. മുട്ട ഫ്രൈ ആക്കുമെന്ന് അവിടെ നിന്ന്. അപ്പോൾ ഇന്ന് വറക്കുന്നതിൽ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇന്ന് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മുട്ട റെസിപ്പി സിന്ധു ആൻറ്റിയുടെ റെസിപ്പിയാണ് കേട്ടോ. കാരണം ആളൊന്നൊരു ദിവസം നമ്മുടെ വീട്ടിൽ വന്നപ്പം നന്നായിട്ടൊരു അടിപൊളി മുട്ട റെസിപ്പി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചതിന് ശേഷം നമ്മൾ രണ്ടാളും കൂടെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അതിന് തലേ ദിവസം ഞാൻ വിളിച്ചിട്ടുണ്ടായി, അന്ന് ഞാൻ ഉണ്ടാക്കിയിരുന്നു. ഇപ്പം ഹസ്ബൻഡ് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആളുണ്ടാക്കുന്നുണ്ട്. ഹലോ മിസ്റ്റർ ശ്രീധർ, 5 മിനിറ്റിനകം എല്ലാം റെഡിയാകും. പ്ലേറ്റ്സ് ഒക്കെ കഴുകി ടേബിൾ സെറ്റ് ചെയ്തോളൂ. ആര്, ഞാനോ? പിന്നെ ഞാനോ? ഓക്കെ, ഇന്നത്തേക്ക് ഞാൻ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കാണിച്ചു തന്നേക്കാം. സ്റ്റേറ്റ്സ് റിട്ടേൺഡ് ഒരു കുട്ടിയുണ്ട് ഇവിടെ അല്ലേ? ആദ്യം ഞാനൊന്ന് സംശയിച്ചു, ചൈനീസ് ഫുഡില് നിങ്ങൾക്ക് എങ്ങനെ താല്പര്യം തോന്നിയെന്ന്. നമ്മുടെ ധൻഷു ബേബിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ധൻഷു ബേബിയാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഫ്യൂച്ചറിൽ നമ്മുടെ വീഡിയോ ആൻഡ് ഫോട്ടോഗ്രാഫർ ആയിരിക്കും തോന്നട്ടെ ഇവൻ. അപ്പോൾ അന്ന് രാവിലെ നേരം പുലർന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ദോശക്കൂട്ട് റെഡി ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. തലേന്ന് അരച്ച് വെച്ചതാണ് കേട്ടോ. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിതാ റൈസ് കുക്കറിൽ നിന്ന് ചോറ് ഇതുപോലെ തിളപ്പിക്കാൻ വേണ്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ തലേന്ന് രാത്രി ഞാൻ അരിഞ്ഞ് വെച്ച പച്ചക്കറികൾ അവിയൽ വെക്കാൻ വേണ്ടിയിട്ട് ആക്കി വെച്ച സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിലടിക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. വളരെ കുറച്ച് ഇതിലൊക്കെ വെള്ളം ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് തന്നെ അധികമാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ.
എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഇത് ഒറ്റ വിസിലിൽ നിന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇത് ചെയ്യുന്നത് ഒരു യൂട്യൂബ് വീഡിയോ നോക്കിയിട്ടാണ്. അവരെ അതിൽ പറയുന്നത് പോലെയൊക്കെ ഞാനും പറയും കേട്ടോ. മഞ്ഞൾപ്പൊടിയും കൂടെ ഞാനും ചെയ്യും, മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലൊക്കെ വെച്ചിട്ട് ഇളക്കണം ഗൈസ്. എനിക്ക് അവിടെ പോയി അത് എടുക്കാനുള്ള മടി കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഒറ്റ വിസിലിന് അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക്. അപ്പം ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു കൂട്ടുണ്ടല്ലോ അതൊന്ന് ഒഴിച്ചു കൊടുക്കാനാണ് ഞാൻ പോകുന്നത്. അല്ലേ ഇതുപോലെ. അപ്പോൾ ഈ ഒരു കൂട്ട് കുറച്ചൊന്നുകൂടെ ഒന്ന് അരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് തോന്നിയിരുന്നു കേട്ടോ. ചെറുതായിട്ട് ആ ഒരു അരപ്പിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എനിക്ക് തോന്നി. ഇത് കഴിച്ചതിന് ശേഷമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് അതിൻ്റെ കൂടെ എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കുന്നവരെ അതൊന്ന് തിളച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ നോക്കണം കേട്ടോ. അപ്പോൾ അതവിടെ നിന്ന് ഒന്ന് സെറ്റാവട്ടെ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ മറ്റു കാര്യങ്ങൾ കാണിക്കാം. ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അതിനുള്ള കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ചോറിനുള്ള കറി ഇതാണ്, പരിപ്പും കായാണ് വെച്ചേക്കുന്നത്. ചോറ് ഇവിടെ വറുത്തിട്ടുണ്ട് കേട്ടോ. ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് ഞാൻ അവിയലിൻ്റെ പരിപാടി ഗ്യാസിന് മേലെ വെച്ചത് കേട്ടോ. അപ്പോൾ അത് ഏകദേശം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ചുകൂടെ ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, എന്നാലും കുറച്ചും കൂടെ അടിപൊളിയാക്കാമായിരുന്നു. ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്, എന്നാലും ഓക്കെ ആ ഒരു ഇതായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ സമയം ഒരു 11:30 ആയിട്ടുണ്ട്. നമുക്കൊന്ന് തളിപ്പറമ്പ് ടൗണിൽ പോകേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഹസ്ബൻഡിനെ വെയിറ്റിംഗ് ആണ് കേട്ടോ. തനിച്ച് അവിടെ നിന്ന് എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കോൺക്രീറ്റ് ആണ് സൈറ്റിൽ. അപ്പോൾ ഹസ്ബൻഡ് അവിടെ പോയിട്ട് ഇവിടെ അടുത്താട്ടോ മാങ്ങാട്ടെ. അപ്പോൾ പോകുന്നതിന് നമ്മളെയും കൂടെ കൂട്ടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ വെയിറ്റിങ്ങിലാണ് ഗൈസ്. കുറച്ച് സമയമായി ഇതുപോലെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ധൻഷു ബേബി ഫുൾ ഡാൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ അവനത് നിർത്തിയതാണ് കേട്ടോ. കാരണം സോങ് വെച്ചതുകൊണ്ട് അവന് സോങ്ങൊക്കെ പ്ലേ ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഡാൻസൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ അശോക് ലൈലാൻഡിൽ ഒരു വണ്ടി പോകുന്നുണ്ട്. ധൻഷു ബേബി അതിനെ നോക്കിയിട്ട് എന്തെല്ലോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് റോഡ് ഇങ്ങനെ കാണുമ്പം. നമ്മൾ തളിപ്പറമ്പിൽ എന്തിനാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ധൻഷു ബേബി ഉണ്ടോ ഫുൾ ഡാൻസാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവനൊരു ബാഗ് മേടിക്കണം, അതുപോലെ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയേക്കുന്നത് കേട്ടോ. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അംഗനവാടിയിലൊക്കെ പോകുന്നതിൻ്റെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബാഗ് മേടിക്കാൻ ഇവിടെയാണ് വന്നിട്ടുണ്ടായത്. ഇവിടെ നല്ല ചെരുപ്പുകളുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ അധികം ഓഫർ ഉണ്ടാവും. ഷൂബി ഡോ തളിപ്പറമ്പുള്ള ഷോപ്പാണ് കേട്ടോ. എനിക്കിതുപോലുള്ള ഷോപ്പിനെ കാണിയും നമ്മൾ കണ്ണൂർ ഫുട്പാത്ത് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, മീഷോ തുടങ്ങിയ സൈറ്റ്സിൽ നിന്നൊക്കെ ചെരുപ്പ് എടുക്കുന്നതാണ് എനിക്കിഷ്ടം. കാരണം നല്ല നല്ല വെറൈറ്റി മോഡൽസ് നമുക്ക് കിട്ടുമല്ലോ. പിന്നെ അതുമാത്രമല്ല നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ചെയ്യുന്ന പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ കണ്ണൂർ ഫുട്പാത്തിൽ നിന്ന് 200 രൂപയുടെ ചപ്പൽ മേടിച്ചപ്പോൾ എനിക്കത് കുറേ നാൾ തുന്നിക്കോ ഇവിടെ ചെയ്യാണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എന്നാൽ തളിപ്പറമ്പിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് ഞാൻ ഒരു വട്ടം സെയിം രീതിക്ക് കളർ മാറ്റുള്ള ചപ്പൽ മേടിച്ചപ്പം എനിക്ക് 500 രൂപയായിരുന്നു. അത് ഒരു 3 വട്ടം ഞാൻ ഇട്ടപ്പോൾ തന്നെ അത് സൈഡൊക്കെ പറഞ്ഞ് മേലത്തെ പൊളിയൊക്കെ ഇളകിപ്പോയി ഫുള്ളായിട്ട്. എനിക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റാതെയായിരുന്നു കേട്ടോ. കാരണം ആ റേറ്റും കുറവാണ്, എന്നാൽ നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നതും ഫുട്പാത്തിലൊക്കെ ചെരുപ്പാണെന്ന് എനിക്ക് പലവട്ടം തോന്നിയതല്ല, ശരിയാണ് കേട്ടോ. എൻ്റെ കാര്യത്തിൽ അത് ശരിയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം കേട്ടോ. ധൻഷു ബേബിക്ക് നമ്മൾ മേടിച്ച ബാഗ് ഇതായിരുന്നു കേട്ടോ. അധികം കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഉള്ളതിൽ കുറച്ച് നല്ല ഭംഗിയുള്ളതാണ് നമ്മളെടുത്തത്. അപ്പോൾ അവൻ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സംഭവം. അപ്പോൾ അങ്ങനെ നമുക്ക് ബാങ്കിലൊക്കെ പോകാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.